അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് ഈ പോട്ടിലേക്കാണ് ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പെരുംജീരകം, 2 പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഏകദേശം പച്ചമണം മാറി വരുമ്പോൾ 4 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ പാകമാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിപ്പോൾ നന്നായി കുഴഞ്ഞു വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ മസാലപ്പൊടി ഇടുന്നതിന് മുമ്പ് ഞാനിതൊന്ന് കുറച്ച് ഉള്ളിയും തക്കാളിയും വഴറ്റിയത് ഒരു ജാറിലേക്ക് മാറ്റിയിരുന്നു. ഇനി ബാക്കിയുള്ള ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുന്നതാണ് ഗരം മസാല. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ഉള്ളിയും തക്കാളിയും. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി പേസ്റ്റാക്കി അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി എടുത്തിട്ടുള്ള ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് ഓഫ് ചെയ്യാനായിട്ടില്ല. അടച്ചു വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നന്നായി കളറൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന ഈ പാകമാണ് ചിക്കൻ കറിയുടെ പെർഫെക്റ്റ് എടുക്കാനുള്ള പാകം. ഇപ്പോൾ നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്.